ഈ ടോപ്പിക് 0 രൂപയ്ക്ക് ബഡ്ജറ്റിംഗ് എന്ന് വെച്ചതിന് ഒരു കാരണമുണ്ട്. ബഡ്ജറ്റിംഗ് എന്നത് പണം കയ്യിൽ വരുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതിന് മുന്നേ ആ പണം മാനേജ് ചെയ്യാൻ പഠിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റിംഗ് ചെയ്യാൻ എത്ര രൂപ ചിലവാകും? 1000മോ 10000മോ? ഒന്നുമില്ല. ഒരു പൈസ പോലും ചിലവില്ലാതെ നമുക്ക് ബഡ്ജറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇന്ന് ബഡ്ജറ്റിംഗ് ചെയ്യാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. വളരെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമുണ്ട്. ഒരു പേപ്പറോ ഒരു പേനയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരു നോട്ട്സ് ആപ്പ്, അതിൽ വരവ് അഥവാ ഇൻകം, ചെലവ് അഥവാ എക്സ്പെൻസ് എന്നിങ്ങനെ 2 ടാബ് ഉണ്ടാക്കുക. അതിൽ വരവിനകത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഓരോ രൂപയും നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ സാലറി ആകട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോക്കറ്റ് മണി ആകട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആകട്ടെ, അതെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പെൻസിനകത്ത് നിങ്ങൾ കുടിക്കുന്ന ഒരു ചായയുടെ പൈസ തൊട്ട് നിങ്ങൾ ചിലവാക്കുന്ന ഓരോ രൂപയും, എന്തിന് നിങ്ങൾ ട്രാവൽ ചെയ്തിട്ട് വരാൻ ഒരു ഓട്ടോ പിടിച്ചെങ്കിൽ ആ ഓട്ടോയുടെ രൂപ വരെ നിങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യുക. ഇങ്ങനെ ഒരാഴ്ച ഒന്ന് ചെയ്തു നോക്കി, നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ പൈസ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അത് ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ നിങ്ങൾ ചിലവാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ നിങ്ങൾ ട്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ സിസ്റ്റത്തിലേക്ക് എത്തുന്നു. ഇതിൽ എക്സ്പെൻസ് എന്ന് പറയുന്ന ആ ടാബാണ് ബഡ്ജറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഘടകം. ഇത് നിങ്ങൾ മാനേജ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പണം എങ്ങോട്ടാണ് ഒഴുകി പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ബഡ്ജറ്റിംഗ് എന്നാൽ ഇതാണ്, നിങ്ങളുടെ പൈസ എവിടെ പോകുന്നു എന്ന് തിരിച്ചറിയുന്നത്. നോ വേർ യുവർ മണി ഗോസ്. അപ്പോൾ ഈ 0 രൂപ ബഡ്ജറ്റിംഗ് ഒന്ന് ട്രൈ ചെയ്യുകയല്ലേ? നിങ്ങളുടെ ആവശ്യവും അനാവശ്യവുമായ ചിലവുകൾ തിരിച്ചറിയുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫിനാൻഷ്യൽ ടിപ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹാപ്പി സേവിങ്.